ഹലോ ഫ്രണ്ട്സ്, ഹായ്. ഞാനിന്ന് വന്നതേ എനിക്ക് വളരെ സങ്കടമുള്ള ഒരു സംഭവം പറയാനാണ്. ഈ ഇടയ്ക്കാണ് ഞാനൊരു വാർത്ത കേട്ടത്. അത് വെറും 19 വയസ്സായിട്ടുള്ള ഒരു പയ്യൻ, അവൻ്റെ മരണ വാർത്ത. അവനെ കൊന്നതാണ്. അരുൺ എന്ന് പറഞ്ഞ ഒരു പയ്യൻ്റെ മരണ വാർത്ത, അതും കൊല്ലത്തുള്ള ഒരു പയ്യൻ. അപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ ഈ വീഡിയോ ചെയ്യണം തോന്നി. കാരണം നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ ആയിരിക്കാം, അതുകൊണ്ടാണ് അവ മരണപ്പെട്ടതെന്നുള്ളത്. പക്ഷെ അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സംഭവം വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, അരുൺ എന്ന് പറയുന്ന 19 വയസ്സുകാരൻ മരണപ്പെടാനുള്ള കാരണം അതാണ് സംസാരിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് മരണപ്പെട്ടു എന്നല്ല, കൊല്ലപ്പെട്ടു. ഓക്കെ, ഒന്ന് തിരുത്തി. അരുണെ കൊന്നത് മറ്റാരുമല്ല, അരുൺ ഒരു 18 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായിരുന്നു. ആ കുട്ടിയുടെ പിതാവാണ് കൊന്നത്. അപ്പോൾ ഈ സംഭവം കേൾക്കുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള കമൻസ് ആണെങ്കിലും ഇതിൻ്റെ താഴെ ഒരുപാട് കമൻസ് ഇടുമല്ലോ ആളുകൾ, സ്വാഭാവികമായിട്ട്. അവനത് കിട്ടണം, അവനെ ശല്യം ചെയ്തിട്ടാണ്, ആ പെൺകുട്ടി ഉപദ്രവിച്ചിട്ടാണ്, ശല്യം ചെയ്തിട്ടാണ്, അങ്ങനെ അവൻ്റെ പണിയെടുത്താൽ പോലെ പ്രേമിക്കാൻ പോകണ്ടല്ലോ എന്നുള്ള കുറേ കമൻസുകളുണ്ടാവും. അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛനെ സപ്പോർട്ട് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോടും കൂടിയാണ് ഈ വീഡിയോ അവർക്കുള്ളൊരു മെസ്സേജ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഒരു നിയമമുണ്ട് നമ്മളെ നാട്ടിൽ, നിങ്ങൾക്കറിയാം. ഇവിടെ ആണും പെണ്ണും ഒരുപോലെ തെറ്റ് ചെയ്താലും പെണ്ണിൻ്റെ വശത്ത് നിൽക്കാനാണ് ആളുകളുണ്ടാവുള്ളൂ. അതൊരു സ്വാഭാവികം, ഒരു നാച്ചുറലാണ്. പെണ്ണിനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീതിയും കാര്യം കിട്ടുള്ളൂ. ആണിന് എന്തെങ്കിലും, ആണിൻ്റെ ഭാഗത്ത് ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും ആണ് കുറ്റക്കാരനായി മാറും. അതാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ മൊത്തം. അല്ലെങ്കിൽ കുറ്റക്കാരനാക്കും എന്തെങ്കിലും പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് നിയമം മൊത്തം പെണ്ണുങ്ങളെ ഭാഷ ഇതോട്ടാണ് ഉണ്ടാവുക, പക്ഷത്തുണ്ടാവുക. ഈ സംഭവത്തിൽ ഈ അരുണിൻ്റെ കൊലപാതകമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതേ സെയിം സംഭവം തന്നെ. ഇവനെ ഈ സംഭവം നടന്നപ്പോൾ ഈ അരുൺ പറഞ്ഞ പയ്യനെ എഗെയിൻസ്റ്റ് പറയാനാണ് ആൾക്കാരുണ്ടായിട്ടുള്ളത്, ജനങ്ങൾ മൊത്തം. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഈ കുട്ടിയുടെ ആൻറ്റി എന്ന് പറയുമ്പോൾ അമ്മയുടെ അനിയത്തിയാണ്. അമ്മ നാട്ടിലില്ല എന്ന് പറയുന്നു, പുറത്തെവിടെയാണോ ജോലി ചെയ്യുകയാണ്. ആൻറ്റിയാണ് ഈ കുട്ടിയുടെ ഗാർഡിയൻ, ഈ പറഞ്ഞ അരുണിൻ്റെ ഗാർഡിയൻ. ആൻറ്റി വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആദ്യം ആ വീഡിയോ കാണാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ. ക്ലാസ് മുതലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇവര്. അപ്പൊ അന്ന് മുതലേ നമ്മളുമായിട്ട് ഈ കുട്ടി നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പോകുന്നതും. നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ് ഞങ്ങൾ ഈ മോളെ കണ്ടത്. എന്താവശ്യം വന്നാലും നമ്മളോട് വരികയും നമ്മുടെ കുടുംബത്തിൽ വന്ന് സഹകരിക്കുക എടുക്കുക എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു, മോളെ നമുക്ക് അവനൊരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അത് മോളുമായിട്ട് തന്നെയാണ്. ഞങ്ങൾ അവരെ വീട്ടിൽ ചെന്ന് സംസാരിച്ചു. അവരുടെ അച്ഛൻ ഓക്കെ പറഞ്ഞ്, അത് കഴിഞ്ഞ് അവള് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് ഒരു ദിവസം ഇതാണ് ഒരു സുപ്രഭാതത്തിൽ അച്ഛൻ എന്നോട് മോശമായി പെരുമാറി, എനിക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് ഫസ്റ്റ് ടൈം ഇറങ്ങി വരുന്നത്. എന്താണെന്ന് ചോദിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളവരെ വീട്ടിൽ പോയിട്ടില്ല. ഞാൻ ബാത്റൂമിൽ കുളിക്കാൻ കയറുമ്പം അച്ഛൻ ഹോളുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ എന്തിനാണെന്ന് ആ കുട്ടിക്ക് അറിയത്തില്ല. അപ്പൊ അതിന് സ്വയം അവിടെ ഒരു സംരക്ഷണം ഇല്ല, ഒരച്ഛനിൽ നിന്നുള്ളൊരു സംരക്ഷണമില്ല. അത് ഭയന്നിട്ടായിരിക്കാം ചിലപ്പോൾ ഇവന്റെ കൂടെ ഇറങ്ങി വന്നതും ആയിരിക്കാം. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി എഴുതി വെച്ച് നമ്മൾ വീട്ടിലാക്കി ഒരു 4-5 ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിവിടെ പറ്റത്തില്ല വല്യമ്മ. എന്നെ വിളിക്കുന്ന വല്യമ്മ, ഞാൻ എൻ്റെ അനിയത്തിയുടെ മോനാണിത്. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ അവന് പ്രായപൂർത്തിയായിട്ടില്ല. കാരണം ഇപ്പം നിന്നെ കൊണ്ടൊന്ന് വിവാഹം നമ്മൾ കിടത്തിയാലും നിന്നെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നാലും നിയമം തിരിയും, എത്രയൊക്കെ ആയാലും. കാരണം പ്രായപൂർത്തിയായിട്ടില്ല, അവനും പ്രായപൂർത്തി. അതുകൊണ്ട് നമുക്ക് ഒരു 2-3 കൊല്ലം മക്കളൊന്ന് ഒതുങ്ങി. +2 കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും പരീക്ഷ, 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് ഞാനാണ് മോൻ്റെ കാര്യത്തിന് പോണത്. അപ്പം ഞാൻ ചെന്ന് പറഞ്ഞു, വല്യമ്മ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നിൻ്റെ അച്ഛനോട് സംസാരിക്കാം. ഞാൻ പുള്ളിക്കാരനോട് സംസാരിച്ച പുള്ളിക്കാരൻ അന്ന് എനിക്കൊരു വാക്ക് തന്നറിയാവോ, എൻ്റെ മകൾക്ക് ഒരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ അനിയത്തിയുടെ മകനുമായിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ശരി, ഓക്കെ, നമുക്കൊരു വാക്ക് പോരല്ലോ, ഒരു മോതിരം മാറ്റം പോലെ, അതിൻ്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മോനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തലായി, നിനക്ക് കെട്ടിച്ചു തരുന്നില്ല, നീ പറ്റുമെങ്കിൽ കൊണ്ടുപോടാ. പിന്നെ വീട്ടിൽ പുള്ളിക്കാരൻ ഇപ്പം 10 മിനിറ്റ് പറഞ്ഞൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ വിളിച്ചിട്ട് പറയും, മോനെ വാടാ, ഞാൻ ഉറപ്പിച്ച് നമുക്ക് നയിക്കാമെന്ന് പറയും. അത് കഴിഞ്ഞ് 3ാമത്തെ ട്രിപ്പ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ +2ൻ്റെ റിസൾട്ട് മോൻ്റെ വന്നപ്പോൾ ഒരു വിഷയത്തിന് പോയിട്ട് ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേന് എന്നെ വിളിക്കുന്നു. ഞാൻ ഇവിടെ അല്ല താമസം, ഞാൻ ചടയമംഗലമാണ്. അപ്പം എന്നെ വിളിച്ചു, വല്യമ്മ അവൾ ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ എന്താണ് കാര്യം, ഞാൻ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അതെനിക്കിനി വീട്ടിൽ പോകാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ശരി, നമുക്ക് എന്താണെന്ന് വെച്ചാൽ വേറൊരു കാര്യം ചെയ്യാം. അങ്ങനെ ഞങ്ങൾ
പേര് ഒരു സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ട് കുട്ടിയെ കൊണ്ടാക്കുന്ന ശക്തികുമാർ അവരുടെ അപ്പച്ചിയോ വല്യമ്മച്ചിയോ കൊണ്ടാണ് അവിടെ ആക്കി കഴിയുമ്പോൾ അവിടുന്ന് അവരാരെങ്കിലും പുറത്തോട്ട് കഴിയുമ്പം ഈ കൊച്ചു ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ എടുത്തിട്ട് ഇവനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ വീഡിയോ കോൾ എടുത്തിട്ട് ചെന്നില്ലെങ്കിൽ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഞരമ്പ് മുറിക്കും അല്ലെങ്കിൽ കഴുത്. ഇപ്പം എന്ത് ചെയ്താലും എൻ്റെ മോന് തന്നെ ആയിരിക്കും അകത്ത് പോകുന്നത്. നിയമം അന്നേരം പെണ്ണിനെ നിൽക്കത്തുള്ളൂ. എന്ത് വന്നാലും പെണ്ണുങ്ങൾ പറയുന്നതിനേ ഉള്ളൂ വാല്യൂ. ആണുങ്ങൾക്ക് ഇപ്പോൾ ഒരു വിലയും ഇല്ല. അതുകൊണ്ട് അവൻ പേടിച്ച് അവിടെ ചെല്ലും. അപ്പം ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ചെന്നെന്ന് അറിയുമ്പം ഈ പുള്ളിക്കാരൻ ഫോൺ ചെയ്ത് അതും ഇതും പറയുക. പിന്നെ അരുണിൻ്റെ അച്ഛൻ്റെ വീട്ടിൽ അവർ വേറെയാണ് താമസം. അവിടെ ചെന്നിട്ട് ഭീഷണിപ്പെടുത്തുക. അപ്പം ഈ 2 ദിവസം മുന്നേ വീട്ടിൽ മോനെ തിരുവോണത്തിൻ്റെ തലേന്ന് വിളിച്ചിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ മക്കളിഞ്ഞ് വാ. അപ്പം അത് മനഃപൂർവ്വം കരുതി കൂട്ടി വെച്ചിട്ടുണ്ട്. മക്കളിഞ്ഞ് വാ, ഇവിടെ ഓണത്തിന് എല്ലാവരും ഉണ്ട്, നമുക്ക് കല്യാണം സംസാരിക്കാം. അങ്ങനെ ഉത്തരവാദിത്വപ്പെട്ട ഒരു തന്തയാണെങ്കിൽ ആരെയാണ്, അവനെയാണോ വിളിക്കണ്ടേ? അല്ല, ഉത്തരവാദിത്വപ്പെട്ട നമ്മളുണ്ട്. അവൻ്റെ അപ്പനെയോ അല്ലെങ്കിൽ അവൻ്റെ വല്യമ്മച്ചിനെയോ അവൻ്റെ അമ്മൂമ്മയൊക്കെ ഉണ്ട്. അവരെ ആരെങ്കിലും വിളിക്കായിരുന്നു. അപ്പം അന്ന് നടക്കാതിരുന്നത് കരുതിക്കൂട്ടി വെച്ചിട്ട് ഇന്നലെ ഇത് കണക്ക് അവനെ വഴി കണ്ടപ്പോൾ തടഞ്ഞു നിർത്തി സംസാരിച്ചിട്ട് അവനെ അവിടെ ചെല്ലാൻ പറഞ്ഞു. കൊച്ചു കരുതി ചിലപ്പം ശരിയായിരിക്കും എന്ന് പറഞ്ഞ് കൊച്ചു ചെന്ന വഴിക്കാണ് ഇത് സംഭവിച്ചത്. ഇത് മനഃപൂർവ്വം കരുതിക്കൂട്ടിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവർ തമ്മിൽ ഒരു വാക്കുകൾക്കം ഉണ്ടായി ഈ ഒരു രീതിയിൽ. അപ്പം അയാളുടെ കയ്യിൽ അത് കരുതിയതുകൊണ്ടാണ്. മോൻ പോയി ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് മോന് പുള്ളിക്കാർ ഇവർ സ്ഥിരം വിളിക്കും, വീഡിയോ കോൾ വിളിക്കും. ഒരു ദിവസം ഇതിനകൾക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വല്യമ്മ എനിക്കിവിടെ നിൽക്കാമോ? അപ്പം ഞാൻ ചോദിച്ചാൽ എന്താണ് മക്കളെ കാര്യം? എനിക്കിവിടെ ഫുഡൊന്നും ശരി. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ നമ്മൾ വീട്ടിൽ പറയുന്ന കാര്യങ്ങൾ അരുണിൻ്റെ ആൻറ്റിയാണ് കേട്ടോ, അമ്മയുടെ അനിയത്തിയാണ് പറയുന്ന കാര്യങ്ങൾ. അരുൺ 8ാം ക്ലാസ് മുതൽ ഈ പെൺകുട്ടിയുമായിട്ട് റിലേഷനിലാണ്. പക്ഷെ ഇവിടെ ഒരു വിഷയമുണ്ട്. ഈ പെൺകുട്ടി വിഷയമല്ല ഒരു കാര്യം. ഈ പെൺകുട്ടി അരുണിൻ്റെ വീട്ടുകാരും തമ്മിൽ കോൺവെർസേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ പേരൻസിനും അറിയാം ഇവർ തമ്മിൽ റിലേഷനാണെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭയങ്കര ശക്തമായിട്ടുള്ള പ്രണയം ആയതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് പോയി. അപ്പോൾ ഇവിടെയുള്ളൊരു വില്ലൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ പിതാവാണ്, പ്രസാദ് എന്ന് പറയുന്നത്. ഈ പ്രസാദിൻ്റെ ഒരു കാര്യം കൂടെ ആൻറ്റി പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ, നിങ്ങളിപ്പോൾ കണ്ട വീഡിയോയിൽ. ഈ കുട്ടി ആൻറ്റിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത്ര, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണെന്നോ, അതുപോലെ തന്നെ ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു എന്നൊക്കെ ആൻറ്റി പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ പറഞ്ഞ അച്ഛൻ എന്തോ ഹോളുണ്ട്, കുളിക്കുന്ന സമയത്ത് എന്തോ ഹോൾ ഇട്ടുന്നോ നോക്കിയെന്നോ എന്നൊക്കെ പറയുന്നു. സത്യം പറഞ്ഞാൽ അത് അച്ഛൻ എന്നല്ല പറയുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ വേറെ വല്ല പേരാണ് വിളിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അച്ഛൻ്റെ പീഡനം, അച്ഛൻ്റെ സ്വാഭാവികത ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന കുറേ കാര്യങ്ങളാണത്. ഇപ്പോഴത്തെ ജനറേഷനിൽ ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പെൺമക്കളെ അച്ഛന്മാർ ഉപദ്രവിച്ചു എന്നൊക്കെയുള്ള ഒരുപാട് പീഡന കാര്യങ്ങൾ. ഓക്കെ, അപ്പം അതുകൊണ്ടാണെന്ന് പറയുന്നു. അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞൂടാ. അപ്പോൾ ആൻറ്റി പറയുന്ന കാര്യം അതാണ്, ആ കുട്ടിയുടെ വീട്ടിൽ തന്നെ സുരക്ഷിതമല്ല എന്നുള്ള കാര്യം. അപ്പോൾ ആ കുട്ടി ഈ അരുണിനെ വിളിച്ച് പറയുന്നുണ്ട് പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്നും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നും എന്നൊക്കെയാണ് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു 19 വയസ്സായ ഒരു പയ്യന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പെട്ടുപോയ അവസ്ഥയാണ്, പെട്ടുപോകാന്ന് അറിയില്ല. നമ്മളിപ്പോൾ ഒരു റിലേഷനിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഊരാനും പറ്റുന്നില്ല, പോക്കാനും പറ്റുന്നില്ല എന്നൊരവസ്ഥയിലാണ്. കാരണം ഈ പെൺകുട്ടി പക്വത ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആത്മഹത്യ ഇതിൻ്റെ പേര് എഴുതി വെക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും പേടിച്ചു പോകും. 19 വയസ്സായപ്പോൾ അതിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ പ്രസാദ് എന്ന് പറയുന്ന ഈ കുട്ടിയുടെ അച്ഛൻ ഇവനെ വിളിച്ച്, ഇവൻ ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു. ഗൾഫിൽ പോയതിന് ശേഷം ഈ പെൺകുട്ടി ഭീഷണി ഇതേപോലെ തന്നെ വീണ്ടും ഭീഷണി, സമാധാനം കൊടുക്കുന്നില്ല, തിരിച്ചു വന്നു. അങ്ങനെ അരുണിനെ വിളിച്ചു വരുത്തി. ഈ കുട്ടിയുടെ അച്ഛൻ വിളിച്ചു വരുത്തി, കല്യാണക്കാരൻ സംസാരിക്കാനാണെന്നും എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് വിളിച്ചു വരുത്തി. ഇയാൾ നല്ല അഡിക്റ്റഡാണ്, മദ്യത്തിൻ്റെ അഡിക്റ്റഡാണ്. അങ്ങനെ എന്തൊക്കെയോ വാക്ക് തർക്കം ഉണ്ടായിരുന്നു. ഈ അരുണിൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഫ്രണ്ട് പറയുന്നുണ്ട് കറക്റ്റായിട്ട്, പുള്ളി കത്തി എടുത്തുവെന്നും, കത്തിയപ്പോൾ എടുത്തിട്ട് ആദ്യം കുത്താൻ വന്നെന്നും ഇവൻ തടഞ്ഞെന്നും പിന്നെ അവനെ കുത്തി എന്നൊക്കെ പറയുന്നു. അങ്ങനെ നെഞ്ചത്താണ് കുത്തുകൊണ്ടത്. അങ്ങനെ അരുൺ മരിച്ചത്. അരുണെ പക്ക കൊന്നതാണ്. അപ്പോൾ ഇവിടെ ആൾക്കാർ പറയുന്ന സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, അരുണെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അരുണിൻ്റെ സൈഡ് നോക്കാതെയും ഈ കുട്ടിയുടെ പിതാവിൻ്റെ സൈഡ് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. തീർത്തും അന്യായം എന്ന് പറയാം. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കണ പോലും എനിക്ക് അറിഞ്ഞില്ല. ആ പാവം പയ്യന് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവനെ കൊന്നത്? ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു പോയത് തെറ്റാണ്. അതല്ല എനിക്ക് ചോദിക്കാനുള്ളത്. ആരും പ്രേമിക്കാറൊന്നുമില്ലേ?
ഈ ആൾക്കാർ ഇങ്ങനെ കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ ഒന്നും പ്രേമിക്കാതെ ഭയങ്കര അധികം ഇതായി ജീവിച്ച ആൾക്കാരാണ് എല്ലാവരും. ആരും പ്രേമിക്കുക തെറ്റുള്ള കാര്യമൊന്നുമല്ല, അത് നാച്ചുറൽ പ്രോസസ്സാണ്. പ്രേമിച്ചില്ലെങ്കിലാണ് എന്തോ പ്രശ്നമുള്ളത്. അപ്പോൾ ഈ കമൻസ് ഇടുന്ന ആൾക്കാരുടെ മനസ്ഥിതി ഞാൻ ആലോചിക്കുന്നത്, ഇതൊക്കെ മനുഷ്യന്മാരാണോ ഇങ്ങനെ കമൻസ് ഇടുന്ന ആൾക്കാർ? ഈ ചെക്കനെ കുറ്റം പറഞ്ഞുകൊണ്ട്, ചെക്കൻ്റെ ഭാഗം ക്ലിയറാണ്, അവൻ ചെയ്ത് കൂട്ടി തെറ്റുമില്ല. അവൻ പ്രേമിച്ചു, കറക്റ്റായിട്ട് അവൻ പ്രേമിച്ചു, കല്യാണം കഴിക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ്. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെക്കൻ പോയത്. അങ്ങനെ ഇവളെ അച്ഛൻ എന്തോ വർത്തമാനം പറഞ്ഞ് വിളിച്ചു വരുത്തി കൊന്നു. തെറ്റുകാരന് അച്ഛൻ തന്നെയാണ്. പിന്നെ ആ കുട്ടീനെ തെറ്റ് പറയാൻ പക്വത ഇല്ലാത്തതുകൊണ്ടുള്ള കുറേ കാര്യങ്ങളാണ് കുട്ടിക്കുള്ളത്. ഇവിടെ എന്താണ് വിഷയം എന്നുള്ളത് കറക്റ്റ് പറയുകയാണെങ്കിൽ, ഫ്രോഡായ തന്ത, കുട്ടിയുടെ തന്ത ചെയ്ത പണിയാണ്. സത്യത്തിൽ പോലീസ് പൊക്കിയിട്ടുണ്ട്. ഇത് അഭിമാനക്കൊലയൊന്നും അല്ല എന്നാണ് പോലീസ് പറയുന്നത്. മദ്യലഹരിയിൽ അച്ഛൻ ഇവനായിട്ടുള്ള തർക്കത്തിന് കൊന്നു. അപ്പോൾ അത് നമ്മൾ പറയും ചതിച്ചു കൊന്നു പറയുള്ളൂ. ആളെ വിളിച്ച് വരുത്തി ചതിച്ചു കൊന്നു എന്നാണ് പറയാം അക്കാര്യം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് തെറ്റുകാരനും കുറ്റക്കാരനും ഒക്കെ ഈ കുട്ടിയുടെ തന്തയാണ്. ഈ പ്രസാദ് പറഞ്ഞ ആളാണ്. ഈ പറഞ്ഞ ഹോളിട്ട് നോക്കി എന്നൊക്കെ പറയണമെങ്കിൽ തന്ത എന്നല്ല പറയേണ്ടത് കേട്ടോ, വേറെ പേരാണ് പറയേണ്ടത്. അത് കറക്റ്റ് ആണെങ്കിൽ, അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഇതാണ് സംഭവം. ഇവിടെ എന്തിനാണ് ഈ പയ്യനെ കുറ്റം പറയേണ്ട ആവശ്യം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ കുറേ ആലോചിച്ച് നോക്കി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യന് ഒരു തെറ്റുകാരനുമല്ല. ഞാൻ എപ്പോഴും പറയാം, എന്തുകൊണ്ടാണ് ഇതിന് സംസാരിക്കാൻ ആരും മുന്നോട്ട് വരാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പയ്യൻ്റെ ഭാഗം സംസാരിക്കാൻ ആരുമില്ല. ഈ പറഞ്ഞ കുട്ടിയുടെ ഭാഗവും കുട്ടിയുടെ തന്തയുടെ ഭാഗവും ഈ തന്തയുടെ ഭാഗമാണ് സംസാരിക്കാൻ ആൾക്കാർ. തന്ത ചെയ്ത് ശരിയാണ്, കൊല്ലണം എന്നൊക്കെ പറഞ്ഞു. അതിന് മാത്രം ഇവിടെ എന്താ നടന്നത്? ആ കുട്ടീനെ എന്ത് ഉപദ്രവിച്ചവൻ? ആ കുട്ടീനെ പേടിപ്പിച്ചോ? ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. പ്രേമിച്ചു എന്ന് പറയുന്ന സംഭവത്തിന് ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? ഒരാളെ സ്നേഹിക്കുന്നത് തെറ്റാണ്. ഒരാളെ സ്നേഹിച്ചിട്ട് കല്യാണം സ്നേഹിക്കുന്നത് തെറ്റാണ്. അതിനൊരാളെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതൊന്നും ശരിയുള്ള കാര്യമല്ല. ഇയാളെ ഈ പ്രസാദിന് തക്കതായ ശിക്ഷ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ കുട്ടി പറഞ്ഞുള്ള കാര്യം സത്യമാണെങ്കിൽ ഒളിഞ്ഞു നോക്കിയെന്നോ അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷയും കൊടുക്കണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാനുള്ള കാര്യം കൊടുക്കണം. അതുപോലെ ഇവനെ കൊന്നിട്ടുണ്ടെങ്കിൽ കൊന്നിട്ടുണ്ടെങ്കിൽ നല്ല കൊന്നതിനുള്ള ശിക്ഷയും കൊടുക്കണം. ഓക്കെ, കാരണം ഇയാളങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. പക്ക ക്രിമിനലാണ് ആൾ. കള്ള് കുടിച്ച് കഞ്ചാവ് ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ, പക്ക ക്രിമിനലാണ് ആളെ. വെറുതെ കാണാൻ പറ്റില്ല, പക്ക ക്രിമിനലാണ്, ബോണ്ടഡ് ക്രിമിനലാണ്. ഒരു 19 വയസ്സായ ഒരു പയ്യന് നിസ്സാരമായിട്ട് കൊന്നു എന്നൊക്കെ ആലോചിച്ച് നോക്കിയിരുന്നു. 19 വയസ്സേ ഉള്ളൂ, അവനെ ആണ് കൊന്നു കഴിഞ്ഞു. അതൊക്കെ ഒരു ചെറിയ കാര്യമില്ല. ചെറിയ ചെക്കനല്ലേ, ഒരു കോയിനെ കൊല്ലണ പോലെ ആ കൊന്നേക്കുക ആ ചെക്കനെ. അപ്പം ഈ കാര്യമൊക്കെ നിസ്സാര കാര്യങ്ങളല്ല. ഇങ്ങനെ നിസ്സാരമായിട്ട് കൊല്ലുക, പിടിക്കുക എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളല്ലോ, ചില്ലറ കാര്യങ്ങളല്ല. തക്കതായ ശിക്ഷ വേണം. ഒരാളെ ചതിച്ചു കൊല്ലുക, അതേ പറയാൻ പറ്റുള്ളൂ. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.